രണ്ട് പോയിന്റ്. ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേന്ദ്ര ബജറ്റിൻ്റെ തലേ ദിവസം ജനൻ ടി വി ഒരു വാർത്ത ചെയ്തിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം വന്നു എന്ന്. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട് സർ. നിങ്ങൾ 2000-ഓ 4000-ഓ 5000-ഓ 10,000-ഓ കോടി കടമെടുക്കാൻ പോകുമ്പോൾ നിങ്ങളത് എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത കടം നിങ്ങൾ ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു? നിങ്ങൾ എത്ര പാലമുണ്ടാക്കി? നിങ്ങൾ എത്ര റോഡുണ്ടാക്കി? നിങ്ങൾ എത്ര പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു? പ്രോജക്റ്റ്. നമ്മൾ കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനാണ് സർ. നമ്മൾ കടമെടുക്കുന്നത് നവകേരള സദസ്സിന് ചെലവഴിക്കാനാണ് സർ. നമ്മൾ കടമെടുക്കുന്നത് പബ്ലിസിറ്റിക്കാണ് സർ. ആ കണക്ക് അവിടെയുണ്ട്. ആ കണക്കാണ് ചോദിക്കുന്നത് കേന്ദ്രം. യൂട്ടിലൈസേഷൻ. അതിന് മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇനി പാവം KN ബാലഗോപാലിനെ ഞാൻ കുറ്റം പറയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഒരുക്കിയ കിഫ്ബി എന്ന് പറയുന്ന ഒരു അന്തമില്ലാത്ത ഗുഹയിൽപ്പെട്ട് ഉഴലുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അങ്ങ് വ്യക്തിപരമായി ചോദിച്ചോളൂ. അതുകൊണ്ട് ഈ വിമർശനങ്ങൾക്ക് അങ്ങ് മറുപടി പറയൂ ജയരാജ് സർ. കാര്യം നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയൊരു 3-4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കാര്യം ഉച്ചവാർത്തയ്ക്ക് ഉള്ള സമയമായി വരുന്നു. വളരെ പെട്ടെന്ന് ജയരാജ് സർ. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് സുപ്രധാനമായിട്ട് വലിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. വയനാട് പാക്കേജ് എവിടെ പോയി? വയനാട്ടിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായല്ലോ, കേന്ദ്രത്തിൽ നിന്ന് 5 പൈസയുടെ സഹായം കിട്ടിയോ? അത് ചോദിക്കുന്നുണ്ട്. അതിനി കണക്ക് കൊടുത്തില്ല, മറ്റേത് കൊടുത്തില്ല എന്നൊക്കെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാതെ വയനാട്ടിന് വേണ്ടി അതിപ്പോൾ ടൗൺഷിപ്പ് വെച്ചപ്പോൾ പറയാണ് എക്കോ ഫ്രണ്ട്ലി സോണിലാണോ വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എയിംസ് എവിടെ പോയി? എയിംസ് തരാമെന്ന് പറഞ്ഞിട്ട് എത്ര നാളുകൾ കൊണ്ട് നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എയിംസ് എവിടെ പോയി? ആ സമയം ഇത്തവണ ബീഹാറിന് കൊടുത്ത സാധനങ്ങളോ? അതുപോലെ തന്നെ ഇനി നമ്മൾ കൂടുതൽ വരുമാനം കണ്ടെത്തണം, കൂടുതൽ പിരിഞ്ഞെടുക്കണം. ഇനി EVA ബില്ലൂടെ ഗോൾഡിൻ്റെ കൂടെ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് കേന്ദ്രത്തിന് കിട്ടിക്കോളും. അവിടുന്ന് പിന്നെ വരുന്നത് നമ്മൾ പോയി കേരളം അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയായിട്ട് എത്ര നാളായി? കേരളത്തിനൊരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥ, അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടെന്നും കേരളത്തിലെ ജനത തോറ്റുപോകുകയും മുട്ടുപടക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു BJP കാരനോ BJP ഗവൺമെൻറ് വിചാരിക്കുന്നെങ്കിൽ അത് മൗഢ്യമാണ്. കേരളത്തിന് ഒരു ബദലുണ്ടാവും. ആ ബദലാണ് കിഫ്ബി. ആ കിഫ്ബിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കടമെടുപ്പ്, കേന്ദ്രം കടമെടുക്കുന്നതിന്റെ പകുതിയുടെ പകുതി പോലും കേരളം കടമെടുത്തിട്ടില്ല ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ. കേന്ദ്ര കടപരിധി എടുത്ത് പരിശോധിച്ച് നോക്കൂ. 2 മിനിറ്റ് കൂടി ഉണ്ട്. എനിക്കൊന്ന് ചാക്കോസാറിലേക്ക് കൂടി പോകണം. 1 മിനിറ്റ് പ്രിന്റുവിലേക്ക് വരാം. കാരണം ജയരാജ് സാർ, നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് സംസ്ഥാന ബജറ്റാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് പിതാവിന്റെ പരാതിയാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് മലയോര കർഷകർക്ക് എന്ത് നൽകി എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് കർഷകരുടെ കഴുത്തിന് പിടിക്കുക എന്തിനാണെന്നുള്ളതാണ്. അവിടേക്കാണ് അങ്ങ് വയനാട്ടിലെ ന്യായീകരണം. നമുക്ക് വരാം. ശരി.